കേട്ടി വളരെ പ്രത്യക്ഷമായ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. PMC അടക്കമുള്ള വിഷയങ്ങൾ മറുപടി പറയാം. ഇവിടെ റെജിൻ വളരെ ഡിഫെൻസീവിലായിരുന്നു. അദ്ദേഹം ഒന്ന് ഊർജം വീണ്ടെടുക്കാൻ എടുത്ത പണി എന്താണ്? സ്ഥിരമായി ഈ ഉറക്കത്ത് പഴന്തുണി ചവക്കുക എന്ന് പറയും, അതുപോലുള്ള ചില ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്താ റെജിൻ വസ്തുത? 1975 അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഈ രാജ്യത്ത് ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു ബഹുജന മുന്നേറ്റം ഉണ്ടായി. ആ ബഹുജന മുന്നേറ്റത്തിൻ്റെ കൂടെ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ ജനസംഘക്കാർ വന്നു. അപ്പോൾ ജയപ്രകാശ് അവരോട് പറഞ്ഞു, RSSൻ്റെ ഭാഗമാണ് ജനസംഘം, അതുകൊണ്ട് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലക്ക് ഈ കൂട്ടായ്മയിൽ എടുക്കാൻ പറ്റില്ല, നിങ്ങളത് ഉപേക്ഷിക്കണം. അങ്ങനെയാണ് ജനസംഘമൊക്കെ പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കി. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം, സംഘടനാ കോൺഗ്രസ്സുകാർ, ഇവരെല്ലാം ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കി. അതിൽ ഇടതുപക്ഷയില്ല കേട്ടോ, ഇടതുപക്ഷം അവരെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? അധികാരത്തിൽ വന്ന് ജനസംഘക്കാർ പഴയ RSSൻ്റെ അജണ്ട എടുത്തപ്പോൾ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാട് ജനതാ പാർട്ടിക്കകത്തെ പഴയ സോഷ്യലിസ്റ്റുകാരും പുറത്തു നിന്ന ഇടതുപക്ഷക്കാരും എടുത്തു. ഇരട്ട അംഗത്വം പാടില്ല, RSSലും ജനതാ പാർട്ടിയിലും ഒരേ സമയം അംഗത്വം പാടില്ല. അങ്ങനെ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി RSSകാർ ജനതാ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. ഇത് രജിന് മനസ്സിലാകണമെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ ആത്മകഥ എഴുതിയൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, റഷീദ് കിത്വായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എങ്ങനെയാണ് ജനതാ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഇന്ദിരാഗാന്ധിയും RSSകാരും കൂടിയാലോചന നടത്തിയത് എന്നതിനെ സംബന്ധിച്ച്, അതിന്റെ ഗ്രീൻ റൂം ചർച്ചകളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തി വളരെ ഇൻവെസ്റ്റിഗേറ്റീവായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് ഇടനിലക്കാരനായിരുന്നത്? നാഗപ്പൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ബൻവാരി പുരോഹിത് എന്ന് പറയുന്ന കോൺഗ്രസ് MP ഉണ്ട്. ആ കോൺഗ്രസ് MP-യാണ് RSS നേതൃത്വവുമായിട്ട്, ദേവറസാണെന്ന് RSSൻ്റെ നേതാവ്, സർസംഘചാലക് ദേവറസുമായി ചർച്ച നടത്തി ഇന്ദിരാഗാന്ധിയെ ബന്ധിപ്പിച്ച് ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള വലിയൊരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന് പ്രതിഫലമായിട്ട് RSS ആവശ്യപ്പെട്ടത് അവർക്ക് ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ സഹായം വേണം. 80കളിലെ ജനതാ ഗവൺമെൻറ് മറഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തവരാണ് RSSകാർ. വളരെ പരസ്യമായി തന്നെ പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്യണം എന്ന്. ജനസംഘം BJP രൂപീകരിച്ച് മത്സരിച്ചിട്ടും അവർക്ക് പാർലമെൻറ്റിൽ അംഗത്വം നേടാൻ കഴിഞ്ഞില്ല, വെറും 2 സീറ്റാണ് കിട്ടിയത്. തൊട്ട് അടുത്ത് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തു. ദേവറസ് പരസ്യമായി പ്രഖ്യാപിച്ചു BJPക്കല്ല, RSSകാർ വോട്ട് ചെയ്യേണ്ടത് ഇന്ദിരാഗാന്ധിക്ക്, കോൺഗ്രസിനാണ്. മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പുണ്ടായി. ശിവസേനക്കും BJPക്കുമല്ല വോട്ട് ചെയ്യേണ്ടത്, ആ സഖ്യത്തിനല്ല, നമ്മൾ വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ്. കോൺഗ്രസിനെ സഹായിച്ചു. അങ്ങനെയാണ് 81 തൊട്ട് ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, ഇവിടെ രതീഷൊക്കെ പറഞ്ഞില്ലേ ബാബറി മസ്ജിദിൻ്റെ കഥ, ആ പ്രൊജക്റ്റ് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി RSSകാർ രൂപപ്പെടുത്തിയതാണ്. അതിൻ്റെ തുടർച്ചയല്ലേ രതീഷേ? ഇന്ന് ഈ രാമക്ഷേത്രമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ, രാമൻ എന്ന് പറയുന്ന 9 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ ജീവിച്ചു എന്ന് പറയുന്ന ഒരു അയോധ്യ രാജാവ്, ആ അയോധ്യ രാജാവിനെ, രാമായണത്തിലൊരു മിത്തിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതാരാ? രാമാനന്ദ സാഗർ എന്ന് പറയുന്ന ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരനാണ്. വാൽമീകിയുടെ രാമായണമല്ല രാജീവ് ഗാന്ധി സ്വീകരിച്ചത്, രാമാനന്ദ സാഗറിൻ്റെ രാമായണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൂരദർശൻ വഴി ഇന്ത്യ ഒട്ടുക്കും രാമനെ കാണിച്ചു. ക്ഷാത്രവീര്യമുള്ള, എതിരാളികളെ അമ്പെയ്ത് കൊല ചെയ്യുന്ന, ക്ഷുദ്ര വീര്യമുള്ള, യുദ്ധോന്മുഖനായ ഒരു രാമനെ അവതരിപ്പിച്ചു. അത് വാൽമീകിയുടെ രാമായണമായിരുന്നില്ല. എന്താ സംഭവിച്ചത്? വലിയ ഭൂരിപക്ഷത്തിന് 400 സീറ്റിൽ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ രതീഷ് പറഞ്ഞ 86 ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത്. അന്ന് അനുമതി കൊടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് പോലെ UPയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ND തിവാരിയാ, നാരായണൻ ധർമാനന്ദ് തിവാരി. 89 അവിടെ ശിലാന്യാസത്തിന്, അമ്പലം തുറന്നു കൊടുക്കുക മാത്രമല്ല ശിലാന്യാസത്തിന് അനുമതി കൊടുത്തു. അതും ആരാ ചെയ്ത്? ND തിവാരിയാ. ആ ND തിവാരി പിന്നെ എവിടെയാണ് രജിത്തെ എത്തിയത്? അദ്ദേഹം BJPയിൽ ചേർന്നു. മരിക്കും അദ്ദേഹം BJPക്കാരാണ്. അദ്ദേഹം വളരെ വിവാദ പുരുഷനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ കാര്യമൊന്നും ഈ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘപരിവാർ വാദവമാണ്.
ആ ബാന്ധവത്തിലേക്ക് അവരെത്തിച്ചത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന വർഗീയ പ്രീണന നയമാണ്. ആ വർഗീയ പ്രീണന നയത്തോടൊപ്പം തന്നെ എന്താണ്, RSS ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കുന്ന ഫാസിസ്റ്റ് കക്ഷിയാണ് എന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാട് അന്നും ഇന്നും കോൺഗ്രസിനില്ല. രാഹുൽ ഗാന്ധി BJPക്കെതിരായിട്ടൊക്കെ രാഷ്ട്രീയമായി പറയുമ്പോഴും പ്രത്യയശാസ്ത്രപരമായി BJP എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം വളരെ സമയപരിമിതിയുണ്ട്, വളരെ ചുരുക്കി ചോദ്യം ചോദിച്ചോളൂ. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കേരളത്തിന്റെ വെളിയിൽ ഈ സംഘപരിവാർ നരേന്ദ്രമോദിക്ക് എതിരെ പ്രസംഗിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? ചോദ്യം നിങ്ങൾ ഇത്രയും വലിയ വാദങ്ങൾ പറയും. ചെറിയ ചോദ്യം, കെറ്റി മറുപടി. പോയിട്ടുണ്ടോ? അല്ല അത് മിസ്റ്റർ രജിൻ്റെ അറിയാത്തത് കൊണ്ടാണ്. കർണാടകയിൽ നിങ്ങളുടെ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ കർണാടകയിൽ മംഗലാപുരത്തും ബാംഗ്ലൂരിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പോവുകയും RSSനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളി വരുന്നത് എപ്പോഴാണെന്നറിയോ? മധ്യപ്രദേശിലെ RSS നേതാവായിരിക്കുന്ന എന്താ അദ്ദേഹത്തിന്റെ പേര്, ചന്ദ്രൻ കുന്ദ എന്ന് പറയുന്ന ഒരു RSS നേതാവ് അവിടെ RSSന്റെ ഒരു OTC ക്യാമ്പിൽ പറഞ്ഞു, പിണറായി വിജയന്റെ തല ജീവനോടെയോ അല്ലാതെയോ എടുത്തുകൊണ്ടുവരുന്ന ആളുകൾക്ക് 1 കോടി രൂപ ഞങ്ങൾ ഇനാം കൊടുക്കും. ഇനാം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ തലക്ക് RSS വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിത്തെ അത് പിണറായി വിജയന്റെ തലക്ക. നിങ്ങളുടെ മുഖ്യമന്ത്രിമാരെല്ലാം നാളെ എന്താണ് BJPയിലേക്ക് കാലു നീട്ടി നിൽക്കുന്നവരാണ്. കുടിയിലേക്ക് കാലു നീട്ടുക എന്ന് പറയുന്ന പോലെ ഈ VD സതീശനൊക്കെ BJPയിലേക്ക് കാലു നീട്ടി നിൽക്കുന്നവരാണ്. നിങ്ങള് പറയുമ്പോ അന്ന് പിണറായി വിജയനെ കർണാടകയിൽ പരിപാടിയിൽ പങ്കെടുപ്പിച്ച ആ വെല്ലുവിളിച്ചവരുടെ മുന്നിൽ കൂടെ പിണറായി വിജയനെ പങ്കെടുപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേരറിയാവോ കോൺഗ്രസിന്റെ? താങ്കൾ കേട്ടോ? അന്നത്തെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഒരു മലയാളി കൂടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മലയാളിയാണ് ആഭ്യന്തരമന്ത്രി, ജോർജ്. അതിനെന്താ, കോൺഗ്രസ് ഈ ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ നിയമപരമായ അനുമതി കൊടുക്കും. അത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം കൊണ്ടല്ല. രജനി ഇവിടെ KT ചൂണ്ടിക്കാട്ടി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ആ തലയെടുക്കുക, സംഘപരിവാറുകാർ പറഞ്ഞത് തലയെടുക്കുമെന്ന് പറഞ്ഞത് പിണറായി വിജയന്റെയാണ്. കേരളത്തിലെ രാജ്യത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞോ സംഘപരിവാർ? കാരണം അവർക്കറിയാം നിങ്ങൾ അവർക്കുള്ള ബാങ്ക് നിക്ഷേപമാണെന്നുള്ളത്. അതാണ് പ്രശ്നം. പിണറായി വിജയന്റെ തലയെടുക്കുമെന്ന് അവർ പറയും, RSS പറയും. പക്ഷെ ഒരു കോൺഗ്രസ് നേതാവിന്റെ തലയെടുക്കുമെന്ന് പറയത്തില്ലേ? കാരണം KT പറഞ്ഞു തന്നെയാണ്.